ഹരി ഓം. ദശകം 33 അംബരീഷചരിതം. ശ്ലോകം 1. വൈഭസ്വദാഖ്യമനുപുത്രനഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷഃ സപ്താർണവാവൃതമഹീദൈതോപിരേമേ ത്വത്സംഗിഷു ത്വയി ജമഗ്നമനാ സദൈവ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. വൈവസ്വത ആഖ്യ മനു പുത്ര നഭാഗ ജാത നാഭാഗ നാമക നരേന്ദ്ര സുതഃ. അവിടം വരെ സമസ്ത പദമാണ്. സുതഃ പ്ലസ് അത് കഴിഞ്ഞിട്ട് പ്രശ്ലേഷ ചിഹ്നം, അത് കഴിഞ്ഞിട്ട് അംബരീഷഃ. അപ്പം ഈ സുതഃ വരെയും സമസ്ത പദമാണ്. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗ ജാത നാഭാഗ നാമക നരേന്ദ്ര സുതഃ അംബരീഷഃ. സപ്ത അർണവ ആവൃത മഹീ ദൈതഃ അപി രേമേ. സപ്താർണവാവൃത മഹീദൈതോപിരേമേ. സപ്ത അർണവ ആവൃത സപ്താർണവാവൃത മഹീദൈതഃ അപി മഹീദൈതോപിരേമേ. ത്വത് സംഗിഷു ത്വയി ച മഗ്നമനാഃ സദാ ഏവ. ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. സദൈവ എന്ന് പറഞ്ഞാൽ സദാ ഏവ, അതാണ് സദൈവ. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷഃ സപ്താർണവാവൃതമഹീദൈതോപിരേമേ ത്വത്സംഗിഷു ത്വയി ജമഗ്നമനാ സദൈവ. ദശകം 33 ശ്ലോകം 1 അന്വയവും അർത്ഥവും നോക്കാം. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗ നാമക നരേന്ദ്രസുതഃ അംബരീഷഃ. വൈവസ്വദാഖ്യ, വൈവസ്വതൻ എന്നു പേരായ മനുപുത്ര നഭാഗജാത, മനുവിൻ്റെ പുത്രനായ നഭാഗനിൽ നിന്ന് ജനിച്ച നാഭാഗ നാമക നരേന്ദ്രസുതഃ. നാഭാഗൻ എന്നു പേരായ നരപതിയുടെ പുത്രനായ അംബരീഷഃ, അംബരീഷൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗ നാമക നരേന്ദ്രസുതഃ. അവിടം വരെ സമസ്ത പദമാണ്. അത് കഴിഞ്ഞിട്ട് അംബരീഷഃ. അപ്പോൾ വൈവസ്വതൻ എന്നു പേരായ മനു, അദ്ദേഹത്തിൻ്റെ പുത്രൻ നഭാഗൻ, നഭാഗൻ്റെ പുത്രൻ നാഭാഗൻ. ആ പേരിൽ ഒരു ശകലം ദീർഘത്തിൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നഭാഗൻ്റെ പുത്രൻ നാഭാഗൻ, നാഭാഗൻ്റെ പുത്രൻ ആരാണ്? അംബരീഷൻ. ആ അംബരീഷൻ സപ്താർണവാവൃതമഹീദൈതഃ അപി. സപ്താർണവാവൃത, 7 സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ട ഭൂമിയുടെ ഭർത്താവ് ആയിരുന്നിട്ടും, ഭർത്താവ് എന്ന് പറയുന്നത് ഉടമ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം സപ്താർണവാവൃതമഹീദൈതഃ അപി, ഈ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ ഉടമ ആയിരുന്നുവെങ്കിലും, ശരിക്കും ഭൂമി സ്ത്രീലിംഗമാണല്ലോ, സ്ത്രീയായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഭർത്താവായിരുന്നുവെങ്കിലും എന്ന് വെച്ചാൽ അതിൻ്റെ ഉടമ ആയിരുന്നുവെങ്കിലും ആര്? ഈ അംബരീഷൻ. സദാ ഏവ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാഃ രേമേ. സദാ ഏവ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാഃ രേമേ. ഏതു സമയത്തും, സദാ ഏവ ഏതു സമയത്തും, ത്വത് സംഗിഷു അങ്ങയിൽ സക്തിയുള്ളവരിലും എന്നുവെച്ചാൽ ഭക്തരിലും, അങ്ങ് അദ്ദേഹത്തിന് ഭക്തി ഉണ്ടായിരുന്നു, അതല്ല ഭക്തി ഉള്ളവരിലും അങ്ങയിലും മുഴുകിയ മനസ്സോടുകൂടിയവനായിട്ട് രമിച്ചു പോന്നു, സുഖമായി കാലം നയിച്ചു. അപ്പോൾ ഈ വൈവസ്വത മനുവിൻ്റെ പുത്രനായിരുന്ന നഭാഗൻ്റെ മകനായിരുന്നു പ്രസിദ്ധനായ നഭാഗരാജാവ്.
അദ്ദേഹത്തിൻ്റെ മകനായ അംബരീഷൻ സപ്തസമുദ്രങ്ങളാലും ചുറ്റപ്പെട്ട ഈ ഭൂമിയുടെ മുഴുവൻ അധിപതിയായിരുന്നു. എങ്കിലും സദാസമയവും ഭഗവാനിലും ഭഗവാന്റെ ഭക്തന്മാരിലും ലയിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട് ആനന്ദചിത്തനായി വസിച്ചു. വൈവസ്വദാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാമക നരേന്ദ്രസുതോംബരീഷഃ സപ്താർണവാവൃതമഹീദൈതോഭിരേമേ ത്വത്സംഗിഷു ത്വയിജമഗ്നമനാ സദൈവ.